ഉള്ളവരെ യു എനിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയ ഫലസ്തീനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളോട് അമേരിക്ക പുലർത്തിയ ചില സമീപനങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട് ഈ അവസരത്തിൽ. പ്രത്യേകിച്ചും ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികളോട് യു എന്നിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയ ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികളോട് ഹോട്ടലിൽ നിന്ന് നേരെ ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തെത്തുക, അതിനു മാത്രമേ അമേരിക്ക അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന വാർത്ത പുറത്തു വരികയാണ്. അതായത് ഷോപ്പിങ്ങിന് പോലും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ താമസം അനുവദിച്ചിട്ടുള്ള ഹോട്ടലിൽ പോകുക, സമ്മേളനം കഴിഞ്ഞാൽ അതിനുശേഷം പുറത്തോട്ടൊന്നും പോകുവാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട കുറിപ്പ് ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികളൊക്കെ ആദ്യമേ അമേരിക്കയിൽ എത്തിയപ്പോഴേ, വാഷിങ്ടണിൽ എത്തിയപ്പോഴേ കൊടുത്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ഒരുപക്ഷെ ഇറാൻ്റെ മേലിൽ ഇനി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉപരോധവും ഉണ്ടായേക്കാം എന്ന രീതിയിൽ മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണ്. മറ്റൊരു മോശം അനുഭവം ഉണ്ടായത് ഇമാനുവൽ മാക്രോണിനാണ്, ഫ്രഞ്ച് പ്രസിഡന്റിനാണ് എന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വാഷിങ്ടണിൽ കൂടി യു എന്നിൻ്റെ സമ്മേളന നഗരിയിലേക്ക് പോവുകയായിരുന്ന മാക്രോണിനോട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന, വാഷിങ്ടണിലുണ്ടായിരുന്ന അമേരിക്കൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഈ സമയത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ വാഹന വ്യൂഹവും ഡൊണാൾഡ് ട്രംപും ആ പ്രദേശത്തു കൂടി കടന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ വാഹനത്തെ അനുവദിക്കുവാൻ കഴിയുകയില്ല. സ്വാഭാവികമായിട്ടും ഒരു ആതിഥേയ മര്യാദ ഉള്ള ഒരു രാജ്യം എന്ന രീതിക്ക് സ്വാഭാവികമായിട്ടും ഇമാനുവൽ മാക്രോണിൻ്റെ വാഹന വ്യൂഹത്തെ കടന്നു പോകുവാൻ അനുവദിക്കണമായിരുന്നു. അതിനുശേഷം ട്രംപിന് പോകാമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെ ഇമാനുവൽ മാക്രോൺ ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുന്നു. ഡൊണാൾഡ് ട്രംപിനോട്, മിസ്റ്റർ പ്രസിഡന്റ്, എൻ്റെ വാഹനം പോകുവാനുള്ള സമയമാണ് ഇതെന്ന് പറയുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് നിങ്ങൾ നടന്നു പോകൂ എന്നാണ് നിർദ്ദേശിച്ചത്. അതായത് ഡൊണാൾഡ് ട്രംപ് തൻ്റെ വാഹനം അല്പം താമസിപ്പിച്ച് ഇമാനുവൽ മാക്രോണിൻ്റെ വാഹനം കടന്നു പോകുവാൻ അവസരം നൽകിയില്ല എന്ന വിലയിരുത്തൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ദൃശ്യമാധ്യമങ്ങൾ ഇമാനുവൽ മാക്രോൺ ആ സ്ഥലത്ത് നിന്ന് യു എന്നിൻ്റെ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് തൻ്റെ വാഹനം വഴിയിൽ പാർക്ക് ചെയ്തിട്ട് കിലോമീറ്ററോളം നടന്നു പോകുന്ന രംഗങ്ങൾ ഒക്കെ മാധ്യമങ്ങൾ നിറയുകയാണ്. ഒപ്പം ആളുകളൊക്കെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കുന്ന ചിത്രങ്ങളൊക്കെ മാധ്യമങ്ങൾ നിറയുകയാണ്. മറ്റൊന്ന്, ഈ ഇമാനുവൽ മാക്രോൺ ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പാരീസിലെയും അതുപോലെ ഫ്രാൻസിലുള്ള പ്രമുഖരായ ജൂത വ്യവസായികളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ആ ഫ്രാൻസിലുള്ള ജനങ്ങളിൽ ജൂത വിഭാഗത്തിലെ ഭൂരിഭാഗം ആളുകളും ഒക്കെ പറഞ്ഞത് ഫലസ്തീന് പൂർണ്ണമായും സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമീപനത്തോട് തങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ്. അതായത് ഫ്രാൻസിലെ ജൂത സമൂഹവും സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അനുകൂലിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇമാനുവൽ മാക്രോൺ മഹ്മൂദ് അബ്ബാസ്, അതായത് ഫലസ്തീൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കും, മാത്രമല്ല സ്വതന്ത്ര ഫലസ്തീൻ രൂപവത്കരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തും എന്ന രീതിയിൽ ഇമാനുവൽ മാക്രോൺ മഹ്മൂദ് അബ്ബാസിൻ്റെ കയ്യിൽ നിന്ന്, ഫലസ്തീൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങിച്ചിട്ടുള്ളതായി മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുമ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം എന്ന് പറയുന്നത് വളരെ ദൂരം അല്ലാത്ത ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു എന്നാണ്. കാരണം ഈ ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന വ്യക്തി ഈ ഫ്രഞ്ച് പ്രസിഡന്റ് എന്നതിലുപരി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ആളായിരുന്നു. വളരെ ദൃഢമായ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ള ആളായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കൂടുതൽ ശക്തമായി തന്നെ ഫലസ്തീൻ രാജ്യം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഓരോ രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും നിലപാടെടുത്ത് നോക്കിയാലും ഇസ്രായേലിൻ്റെ വലിയ സൗഹൃദ രാജ്യങ്ങൾ ഇപ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു. അഥവാ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അനുകൂലിക്കുന്നു എന്ന യാഥാർത്ഥ്യം മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യാണ്. പ്രത്യേകിച്ചും ഇറ്റലിയിലൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജ് മെലോനി സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും സ്വതന്ത്ര ഫലസ്തീനെ അനുകൂലിക്കുന്നതും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ജോർജ് മെലോനിയെ സംബന്ധിച്ച് നേരത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമോ എന്നതിന് പേരിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്ന ഒരാളാണ്. പക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീനെ സംബന്ധിച്ച പ്രത്യേക യോഗത്തിൽ ജോർജ് മെലോനിയുടെ വാക്കുകൾ ശക്തവും ദൃഢവുമായിരുന്നു. സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്നു, സ്വതന്ത്ര ഫലസ്തീൻ നിലനിൽക്കണം എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് സംസാരമുണ്ടാകുന്നത് എന്നൊരു പ്രത്യേകത കൂടി അവസരത്തിൽ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്,
ഇറാനെ പ്രകോപിപ്പിച്ചാൽ 2 പ്രോമിസ് 4 ഉണ്ടാകുമെന്ന് മുഹമ്മദ് ബഗീർ, അതായത് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ, ഇന്ന് വ്യക്തമാക്കുകയാണ്. 8 ആണവ നിലയങ്ങൾ 2040 ഇറാനിലുണ്ടാകും. അത് റഷ്യയുടെ പിൻബലത്തോടു കൂടിയായിരിക്കുമെന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടാകുന്നു. അതായത് ഇറാൻ ആണവായുധ നിർമ്മാർജ്ജനത്തിലേക്ക് പോകുന്നില്ല. അതായത് അമേരിക്കയുടെ ഭീഷണി, ഇസ്രായേലിൻ്റെ ഭീഷണി വഴങ്ങി ആണവായുധം ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല. മറിച്ച് യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകും. പക്ഷേ അത് സമാധാനപരമായ ആവശ്യങ്ങൾക്കായിരിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അവരുടെ കാർഷിക വ്യാവസായിക ഉന്നമനത്തിനു വേണ്ടി ആണവ ഊർജ്ജം ഉപയോഗിക്കും. അതിനുവേണ്ടിയുള്ള യുറേനിയം സമ്പുഷ്ടീകരണം തുടരും. 8 ആണവ നിലയങ്ങൾ 2040 റഷ്യയുടെ പിൻബലത്തോടു കൂടി ഇറാനിൽ സ്ഥാപിക്കുമെന്ന് ഇപ്പോൾ മുഹമ്മദ് ബഗീർ, ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ, പറയുകയാണ്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് യാതൊരു കാരണവശാലും കാർഷിക ആവശ്യത്തിനായാലും വ്യാവസായിക ആവശ്യത്തിന് ആയാലും ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുവാൻ ഇറാനെ അനുവദിക്കില്ല എന്നാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഭവഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തൽക്കാലം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ വിടവാങ്ങുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.